വിഷയത്തിൻ്റെ ഗൗരവം അവർക്ക് ഇപ്പോൾ പഠിച്ചു, അവർക്ക് മനസ്സിലായി, മുമ്പ് അറിവുള്ളതാണ്. അപ്പോൾ ഈ ഗൗരവത്തിനെ 63 മണ്ഡലത്തെയാണ് UDF തിരിച്ച് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഈ ഒരു വിഷയം ഏറ്റെടുത്താൽ മതി. 63 മണ്ഡലത്തെ നേരിട്ടാണ്. 140 മണ്ഡലത്തെ മുഴുവനും ഞാൻ ഈ പറഞ്ഞ പന്നിയും കുരങ്ങും കൊണ്ട് ബാധിക്കുന്നുണ്ട്. 2 രീതിയിലാണിത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇത് UDF ഏറ്റെടുക്കണം. അതിനോടൊപ്പം ഒരു പ്രവർത്തകനായി, ഒരു സാധാരണക്കാരനായി അവരോടൊപ്പം ഈ മലയോര കർഷകർക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും മുഴുവൻ നേതാക്കളെയും കാണും. മുന്നണി ഒന്നുമല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വന്യജീവി ആക്രമണം, അതിനോടൊപ്പം നിൽക്കുന്ന ഈ വരുന്ന മനുഷ്യത്വരഹിതമായ ബില്ലുമാണ്. ആ വിഷയമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മുന്നണി എന്ന് പറയുന്ന ജനങ്ങളാണ്. ജനങ്ങളെല്ലാവരെയും സ്വരൂപിക്കണം. എനിക്ക് UDF ലീഡർഷിപ്പിനോടാണ് പറയാനുള്ളത്. എന്നെ വിട്ടേക്ക്. എനിക്കൊരു MLA ഷിപ്പോ, ഒരു സീറ്റോ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ആവശ്യമോ നിങ്ങൾ തരണ്ട. നമുക്ക് ഒരു ആവശ്യമില്ല. അങ്ങനെ ആരും ആ വിഷയത്തിൽ ഭയപ്പെടണ്ട. ജനങ്ങളുടെ ഈ വിഷയം UDF ഏറ്റെടുക്കുക തന്നെ വേണം. ഇവിടെ ഏകദേശം 100ഓളം കർഷക സംഘടനകളുണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തും നമ്മൾ അതിലേക്ക് നോക്കിയാൽ. എങ്ങനെയാണ് ഇത്രമാത്രം കർഷക സംഘടനകളുണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും ഇവർക്ക് നീതി നിഷേധിക്കപ്പെട്ടതാണ്. അതിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, CPM ഉണ്ട്, പലരുണ്ട്. അവർക്ക് രാഷ്ട്രീയം എടുത്തവരുണ്ട്. ഇനി ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോകുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഈ ഒരു വിഭാഗത്തെ മുഴുവൻ കൂട്ടിപ്പിടിക്കണം. അതിൻ്റെ നേതൃത്വം ഈ മലയോര മേഖലയിലുള്ള മുഴുവൻ ക്രൈസ്തവ സഭകളുമായും അവിടുത്തെ തിരുമേനിമാരുമായിട്ട് സംസാരിക്കണം. ഇവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വലിയ ഒരു അജിറ്റേഷന് ലീഡർഷിപ്പ് നൽകണം UDF നേതൃത്വം. ആ പണിയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം ഈ പറയുന്ന എല്ലാ സംഘടനകളും രാഷ്ട്രീയത്തിനതീതമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അതോടൊപ്പം വനവാസികളായ ആദിവാസികൾ ഒന്ന് പോയി നോക്കണം നിങ്ങളവരുടെ അവസ്ഥ. എത്രായിരം കോടി രൂപയാണ് ഒരു വർഷം ഇവിടെ കൊടുക്കുന്നത്. ഒരു പൈസ അതിൻ്റെ 10-1 പോലും ഇവർക്ക് ഇവരുടെ ഈ പറയുന്ന പദ്ധതികളിൽ അത് ചെലവഴിക്കാനോ അവർക്ക് ഗുണകരമായ ഒരവസ്ഥയിലെത്താനും സാധിക്കുന്നത്. ഈ ആദിവാസി ദളിത് മലയോര മേഖല ഇവിടെ UDF കോൺസെൻട്രേറ്റ് ചെയ്യണം. അവരാണ് ഇന്ന് സമൂഹത്തിൽ ആദിവാസികളുടെ രക്ഷകരെന്ന് പറയുന്ന പിണറായിയും CPM ഒക്കെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അത് അവർക്കും ബോധ്യമാണ്. ദളിതുകൾ അതിലേറെ ഡെസ്പറേറ്റാണ്. ഈ പറയുന്ന ഈ സംഘടനകളെ മുഴുവൻ ഇവർ കൂച്ചുവിലം കിട്ടു. ഒരു ദളിത് സംഘടനക്കും ഒരു ആദിവാസി സംഘടനക്കും മിണ്ടാനുള്ള അവകാശം പിണറായിസത്തിന് മുമ്പിലില്ല. ഇത് കാണണം UDF, ഇത് മനസ്സിലാക്കണം. അതിനുള്ള വർക്ക് നടത്തണം. ആ വർക്കിലൂടെ ഈ പറയുന്ന രീതിയിൽ ഈ വരുന്ന ഈ ഒരു ഒന്നിച്ചില്ലാനും വർഷം UDF പ്രവർത്തിക്കുകയാണെങ്കിൽ 10%, 140 സീറ്റിൽ 10%, വെറും 10-15 സീറ്റിലേക്ക് LDF താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് UDF ഏറ്റെടുക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ.